കുക്ക് വിത്ത് സോഫിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കുന്നത്. ഫ്രൂട്ട് സലാഡൊക്കെ ഇഷ്ടപ്പെടാത്തവരാരെങ്കിലും ഉണ്ടോ? ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ മേലാത്തവർക്കായി ഞാനിത് കാണിക്കുന്നത്. ഇത് പല വിധത്തിലുണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് കസ്റ്റാർഡ് പൗഡർ ചേർത്താണ് ഈ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ എനിക്ക് കിട്ടിയിരിക്കുന്ന പഴങ്ങൾ വെച്ചാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന ഏത് പഴവും ഇതിനകത്ത് ഉപയോഗിക്കാം. എത്രമാത്രം പഴങ്ങൾ ഉപയോഗിക്കുന്നോ അത്രയും ടേസ്റ്റിയാണിത്. ഈ ടേസ്റ്റിയായ കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് അധികം പ്രയാസമൊന്നുമില്ല ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ ടേസ്റ്റിയാണിത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. എന്തൊക്കെ ചേർത്താണ് ഈ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ പാലും പിന്നെ 1/4 കപ്പ് പാലും കൂടെ ഉണ്ട്. ഇത് കസ്റ്റാർഡ് പൗഡർ കലക്കാൻ വേണ്ടിയിട്ടുള്ള പാലാണ്. ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കാനുള്ള പാല്. ചെറുത ആപ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു 5 എണ്ണം ഉണ്ട്. ഒരു ഓറഞ്ച്, ഒരു 3 പിടി മുന്തിരിങ്ങ, ഇത് കുരുവില്ലാത്ത മുന്തിരിങ്ങയാണ്. ഒരു പീസ് പൈനാപ്പിള്, 2 ഏത്തപ്പഴം, 1 പിടി നട്ട്സ് മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. 1/4 കപ്പ് പഞ്ചസാര ഇതിൻ്റെയൊക്കെ മധുരത്തിനനുസരിച്ചാണ് നമ്മൾ ഇടുന്നത്. ഇത് ഹണി മേളിൽ ഒഴിക്കാൻ വേണ്ടിയുള്ളതാണ്. 6 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ. ആദ്യം നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് അത് പഞ്ചസാരക്കകത്തൊന്ന് വേവിച്ചെടുക്കണം. ഇത് പൈനാപ്പിൾ മാത്രം ഇതിൻ്റെ അകത്ത് ചേർക്കുന്നെങ്കിൽ അത് വേവിച്ച് തന്നെ ചേർക്കണം. അതിന് നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നന്നായിട്ട് തൊലി കളയണം. അതിൻ്റെ കൂഞ്ഞിലും കളയണം. കൂഞ്ഞിലെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഈ വെളുത്തിരിക്കുന്ന ഈ കട്ടിയായിട്ടിരിക്കുന്ന ഈ ഭാഗമാണ്. അത് മുറിച്ച് മാറ്റണം. പൈനാപ്പിളിൻ്റെ തൊലിയും ചെത്തി കൂഞ്ഞിലും ഒക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് മുറിച്ച് വെക്കാം. ഇതുപോലെയാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ബാക്കി നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം. പൈനാപ്പിൾ നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് പഞ്ചസാര ഇട്ട് വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇതുപോലത്തെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. കുറച്ച് പഞ്ചസാര ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. ഈ അല്പം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമുക്കിതൊന്ന് നോക്കാം. ഇത് പൈനാപ്പിൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തീ കുറച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇത് വെന്തുടഞ്ഞു പോകുമൊന്നുമില്ല. പൈനാപ്പിൾ അങ്ങനെ വെന്തുടയല്ലാത്തൊരു ഫ്രൂട്ടാണ്. ഇത് തീ കുറച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഈ പൈനാപ്പിൾ വേകുന്ന സമയത്ത് നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ പാല് തിളയ്ക്കുന്ന സമയത്തിന് നമുക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാം. ഇത് പൈനാപ്പിൾ അരിഞ്ഞതുപോലെ ആ വലിപ്പത്തിൽ തന്നെ അരിഞ്ഞ് വെക്കാം. ആപ്പിളും തൊലിയും ചെത്തി അതിൻ്റെ അകത്തെ കുരുവും പാടയൊക്കെ എടുത്ത് കളയണം. ഇതുപോലെ ഇത്
ആപ്പിളിൻ്റെ തൊലി ചെത്തി കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ കളറ് മാറും. അങ്ങനെ കളറ് മാറാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് പച്ചവെള്ളം എടുത്തിട്ട് അതിലേക്ക് ആപ്പിൾ എടുത്തിടാം. അന്നേരം ഇതിൻ്റെ കളറ് മാറിയല്ല. ബാക്കിയെല്ലാം ഇങ്ങനെ തന്നെ ചെയ്യാം. നമ്മുടെ പാല് തിളയ്ക്കാറായി. ഇനി നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡർ ഒന്ന് പാലിനകത്ത് കലക്കിയെടുക്കാം. ഇതൊരിക്കലും ചൂട് പാലിനകത്ത് കലക്കരുത്. ചൂട് പാൽ ഒഴിച്ചാൽ പെട്ടെന്ന് ഇത് കട്ടയായിപ്പോവും. തണുത്ത പാല്, അതായത് ഫ്രിഡ്ജിൽ വെച്ചതാകണമെന്നില്ല, റൂം ടെമ്പറേച്ചറുള്ള പാലിലോ വെള്ളത്തിലോ വേണം നമ്മളിത് കസ്റ്റാർഡ് പൗഡർ ഒന്ന് കലക്കിയെടുക്കാനായിട്ട്. നന്നായിട്ട് തരിയില്ലാതെ കലക്കിയെടുക്കണം. ഇത് വാനില ഫ്ലേവർ ചേർന്നതാണ്, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വാനില എസൻസ് ചേർക്കുന്നില്ല. പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇപ്പം ഞാൻ തീ കുറച്ച് വെച്ചേക്കുവാണ്. അതിലേക്ക് കലക്കിയ കസ്റ്റാർഡ് പൗഡർ ചേർക്കാം. ഇനി ഇത് കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കുറുകി വരും, അടിക്ക് പിടിച്ചു പോകും. അതുകൊണ്ടാണ്. ഇതിനകത്ത് നമുക്ക് പഞ്ചസാര ചേർക്കാം. ഞാനൊരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. ഇതൊരു അധികം മധുരം വരികയില്ല. അധികം മധുരം വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കണം. ഇതൊരു മീഡിയം മധുരത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ഫ്രൂട്ട്സിനെല്ലാം സാമാന്യം മധുരം ഉള്ളതുകൊണ്ട് ഇത് മതിയാകുമെന്ന് കരുതുന്നു. ഇതുപോലെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരുന്ന് ഇത് കുറുക്കിയെടുക്കണം. ഇത് പെട്ടെന്ന് കുറുകി വരുന്നതാണ്. നമ്മുടെ കസ്റ്റാർഡ് ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ചൂടാറാൻ വെക്കാം. പൈനാപ്പിൾ വേകാൻ വെച്ചിരുന്നത് നമുക്കൊന്ന് നോക്കാം. പൈനാപ്പിൾ വെന്ത് വെള്ളം പറ്റിയിട്ടുണ്ട്. ഇത്രയും വേവുള്ളൂ. ഇത് നമുക്ക് ചൂടാറാൻ വെക്കാം. നമ്മുടെ കസ്റ്റാർഡ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ചൂട് നന്നായിട്ട് ആറിയിട്ടുണ്ട്. അതുപോലെ പൈനാപ്പിൾ വേവിച്ചത് നന്നായിട്ട് ചൂടാറിയിരിക്കുവാണ്. ഇനി ഇതെല്ലാം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. കവർ ചെയ്ത് വേണം ഫ്രിഡ്ജിൽ വെക്കാനായിട്ട്. ഫ്രൂട്ട്സ് എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഓറഞ്ചും മുറിച്ച് അതിൻ്റെ അകത്തെ അരി എടുത്ത് കളയണം. പിന്നെ ഗ്രേപ്സിനകത്ത് കുരു ഉണ്ടെങ്കിൽ അത് മുറിച്ച് എടുത്ത് മാറ്റണം. അതാണ് നല്ലത്. ഞാൻ അങ്ങനെ ചെയ്ത്, ഇത് കുരുവില്ലാത്ത ഗ്രേപ്സ് ആണിത്. ഇതെല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെക്കരുത്. ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചിരുന്ന കസ്റ്റാർഡും ഫ്രൂട്ട്സും ഒക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് ഒരിക്കലും ഫ്രീസറിൽ വെക്കരുത്, താഴെ മാത്രമേ വെക്കാവുള്ളൂ. ഇത് ഏകദേശം ഒരു 2 മണിക്കൂറോളം തണുത്തതാണിത്. ഇനി നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം അതിൻ്റെ അകത്തോട്ടിട്ട് സെറ്റ് ചെയ്യാം. മുന്തിരിങ്ങ, ഏത്തപ്പഴം, ഓറഞ്ച്, ആപ്പിൾ, ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഫ്രൂട്ട് സാലഡ് തന്നെ പല വിധത്തിലുണ്ടാക്കാം. ഇത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡറാണ്. ഐസ്ക്രീം കൊണ്ടും ഇതല്ല പഞ്ചസാരപ്പാനി കൊണ്ടും തന്നെ എടുക്കുന്നവരുണ്ട്. അങ്ങനെയും എടുക്കാം. നമ്മളെല്ലാ ഫ്രൂട്ട്സും ഈ കസ്റ്റാർഡിലിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് എടുക്കാം. നമുക്ക് സർവിങ് ഡിഷിലേക്ക് സെറ്റ് ചെയ്യാം. ഇത് ഓരോ ഡിഷിൽ എടുക്കുമ്പോഴത്തേക്കും എല്ലാ പഴങ്ങളും വരത്തക്ക രീതിയിൽ വേണം എടുക്കാനായിട്ട്.
ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നട്ട്സ് ഇട്ട് ഗാർണിഷ് ചെയ്യാം. അതിലേക്ക് തേൻ ഒഴിക്കാം. തേൻ നമ്മുടെ ഇഷ്ടത്തിനാണ്, അതിനൊന്നും അളവില്ല. നമ്മുടെ ടേസ്റ്റിയായ കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ് റെഡിയായി. നിങ്ങളിത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.